ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സേമിയ പായസമാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സേമിയ പായസം റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിൽ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അതിൽ 4 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ പായസത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ വേർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് അളവിലുള്ള വേർമിസെല്ലിയാണ് എടുത്തിട്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒടിച്ചിട്ട് കഴിയുമ്പോൾ 1 കപ്പ് വരുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വേർമിസെല്ലി എടുത്തിട്ടുള്ളത്. ഇതേപോലെ വലിയ സ്റ്റിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് ഒടിച്ചൊടിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ പീസസായിട്ട് ഒടിച്ചെടുക്കാനാണ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീളത്തിൽ ഇങ്ങനെ കിടക്കും. ചെറിയ പീസസായിട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേപോലെ ചെറുതായിട്ട് എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ഒടിച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ വേർമിസെല്ലിയെല്ലാം ഇതേപോലെ ചെറിയ പീസസായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. ചവ്വരി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിനി ബാക്കി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കണമല്ലോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നമുക്ക് ആദ്യമേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ ഞാൻ കാഷ്യൂനട്ട് ഇട്ടു. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട്സ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്കോ പ്ലേറ്റിലേക്കോ നമുക്കിത് മാറ്റി വെക്കാം. കാരണം ഇത് ആറുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ആ ഒരു ചൂട് കാരണം കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് അതും ഇതേപോലെ ഒന്ന് വീർത്ത് വന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് അതും മാറ്റി വെക്കാം. അതും കരിയാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി അതും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതേ നെയ്യിലേക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വേർമിസെല്ലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത്. ഇത് ഞാൻ വറുത്തിട്ടുള്ള വേർമിസെല്ലി അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. അതും പെട്ടെന്ന് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ടാന്നിട്ട് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ടൊക്കെ ഇടണം. ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. സോ ഇപ്പം ഇത് നമ്മൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ഓഫ് ആക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കൈ വിടാതെ തന്നെ. ഇപ്പം നമ്മളുടെ വേർമിസെല്ലിയൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ചവ്വരിയൊക്കെ ആണെങ്കിലും ഒന്ന് കുറച്ച് വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സെറ്റായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിവിടെ 2 സെറ്റായിട്ട് ആദ്യം ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം കൂടെ ഒരുമിച്ച് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ആ പാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് വേണം. നമുക്ക് ആവശ്യമുണ്ട്. അത്രയും പാല് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മിൽക്ക് മെയ്ഡോ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് കുറുകി വരാനായിട്ട് എളുപ്പമാണ്. കാരണം ഒത്തിരി പാലും ഇല്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇതെല്ലാം തിളച്ച് വന്ന് വേർമിസെല്ലിയും നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് നമ്മുടെ പായസം നല്ല കുറുകിയൊക്കെ വരും കേട്ടോ. സോ നമ്മൾ പാലൊഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇത് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യും. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ചത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒരു 7 മുതൽ 8 ടീസ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ എക്സ്ട്രാ മിൽക്ക് മെയ്ഡോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കിപ്പോൾ തന്നെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സ്ട്രാ മധുരം വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാര തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ പായസം ഒന്ന് ലൂസാവും. അത് കഴിഞ്ഞ് ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും എല്ലാം കറക്റ്റാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പായസം ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഏതൊരു സദ്യ വന്നാലും അവിടെ സേമിയ പായസം മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സേമിയ പായസമാണ്. മിൽക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല കുറുകിയ സേമിയ പായസമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.